നമസ്കാരം. ഇരിഞ്ഞാലക്കുട നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് എത്തിയിട്ടുള്ളത്. എൻ്റെ സ്വന്തം ഭാരവാഹിയാണ് കൃപേഷ്. എത്രയോ വർഷങ്ങളായിട്ട് 2016 ഞാൻ രാജ്യസഭയിൽ വന്നതിന് ശേഷം ഇരിഞ്ഞാലക്കുട എന്നെ കൊണ്ട് നടന്ന് കാണിച്ചിട്ടുള്ളതും ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിനുള്ള വേദികളുടെ ഒക്കെ സൂത്രധാരൻ കൃപേഷും സന്തോഷ് ചെറാക്കുളവുമാണ്. അപ്പോൾ കൃപേഷ് സ്ഥാനാർത്ഥിയായി ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയായി ഇവിടെ കാട്ടൂർ ഡിവിഷനിൽ മത്സരിക്കുമ്പോൾ എനിക്ക് മറ്റ് കാരണങ്ങളൊന്നും കാണാൻ ഒക്കത്തില്ല, വരാതിരിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഓടിയത്. തെരഞ്ഞെടുപ്പിന് ചർച്ചയാവേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് പല പ്രചരണ പരിപാടികളും പങ്കെടുത്ത് പുറത്തേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചതിന് കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ മറുപടിയല്ല, അത് നിങ്ങളുടെയും കൂടി മറുപടിയായിരിക്കണം. നമുക്ക് പാലക്കാടും ശബരിമലയും വിഷയങ്ങൾ തന്നെയാണ്. ആ വിഷയങ്ങളുടെ സങ്കീർണതയും അതിൻ്റെ സീരിയസ്നെസ്സും ഒട്ടും ചോർത്തിക്കളയാൻ പാടുള്ളതല്ല. പക്ഷേ അത് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തേണ്ട വേദിയല്ല ഇത്, അല്ലേ? അങ്ങനെ ഒരു വലിയ അബദ്ധം നമുക്ക് സാറിൻ്റെ കാര്യത്തിൽ നമ്മൾ ചർച്ചയ്ക്കെടുത്ത് ആ അബദ്ധത്തിൽ 10 വർഷമാണ് നമ്മളെ മുക്കിക്കളഞ്ഞത്, അല്ലേ? 2018 വെള്ളപ്പൊക്കത്തിനേക്കാൾ ഭീകരമായ 10 വർഷ ഭരണം, 9.25 വർഷത്തെ ഭരണമാണ് നമ്മളുടെ ജീവിതം കോഞ്ഞാട്ടയാക്കിക്കൊണ്ട്. കോഞ്ഞാട്ട എന്ന് പറഞ്ഞ തൃശ്ശൂർക്കാർക്ക് മനസ്സിലായി. കോഞ്ഞാട്ടയാക്കൽ ഭരണം എല്ലാവരെയും ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. ഇന്നും ഇറങ്ങിയിട്ടുണ്ട് വിദ്യാമന്ത്രി. ഉത്തരം പറയണം ജനങ്ങളോട് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക്, അല്ലാതെ സഹപ്രവർത്തകരെ കുറ്റം പറയുകയല്ല വേണ്ട. സഹപ്രവർത്തകരെ കുറ്റം പറയുമ്പോഴും സത്യസന്ധത വേണം. നമുക്കും സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ സാധിക്കും. അദ്ദേഹം ഇന്ന് പ്രതിപാദിച്ചിരിക്കുന്ന 2 മന്ത്രിമാർക്കും കൊലപാതക പാരമ്പര്യമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ 2 കേന്ദ്രമന്ത്രിമാർക്കും കൊലപാതക പാരമ്പര്യമില്ല. കൊലപാതകം ചെയ്തിട്ടില്ല, ചെയ്യുന്നതിന് പദ്ധതികൾ ഒരുക്കിയിട്ടില്ല, അങ്ങനെയുള്ള കൊലപാതകങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുമില്ല, കൃത്യത്തിന് ശേഷം കുടപിടിച്ചിട്ടുമില്ല. നെഞ്ചത്ത് കൈവച്ച് പറ ഇതൊന്നുമില്ല എന്ന്. വലിയ മഹാന്മാരാണെന്നാണ് വിചാരം. ഇത് കൂടുതലൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ വിഷയം പോലും നമ്മുടെ തെരഞ്ഞെടുപ്പ് ദൗത്യം, പൗരൻ്റെ ദൗത്യം, പ്രജകളുടെ ദൗത്യം ഒരിക്കലും ഡൈല്യൂട്ട് ചെയ്യപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് പ്രാദേശികമായിട്ട് ഈ മണ്ണിൻ്റെ, സംഗമേശൻ്റെ മണ്ണിൻ്റെ ഉടമസ്ഥർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വ്യക്തമായ ഭരണ കെടുകാര്യസ്ഥതയുടെ 10 വർഷത്തെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ആഘാതം സൃഷ്ടിച്ച് ആലേഖനം ചെയ്തിട്ട് അത് മാത്രം വിലയിരുത്തിയാൽ മതി. പക്ഷെ അങ്ങനെ വിലയിരുത്തി വരുമ്പോൾ സ്വന്തം രാഷ്ട്രീയ ഇഷ്ടം അത് തൽക്കാലം നീക്കി വെക്കേണ്ടി വരും. സ്വന്തം രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വിശ്വാസം, ലയനം, അലൈൻമെന്റ്, ഇതെല്ലാം ഒന്ന് മാറ്റിവെക്കേണ്ടി വരും. മണ്ണാണ് പ്രധാനം. ഈ മണ്ണിന് അവകാശിയായി വരാൻ പോകുന്ന ആളിന് എൻ്റെ രാഷ്ട്രീയമാകണമെന്നില്ല. എൻ്റെ രാഷ്ട്രം അവൻ്റെയും രാഷ്ട്രമായി ഞാൻ അവശേഷിപ്പിക്കണം. ഈ മണ്ണിൻ്റെ ശുദ്ധത ഇനിയെങ്കിലും ശുദ്ധി കൈവരിച്ച് കാത്ത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ എന്ന് പറഞ്ഞമർത്തുന്നവരിലായിരിക്കണം നിങ്ങളുടെ ചൂണ്ടുവിരലെന്ന ഹൃദയവിധം. ഞാൻ പറഞ്ഞതിൽ രാഷ്ട്രീയമൊന്നുമില്ല, ജീവിതം മാത്രമേ. ജീവിതമാണ് വലുത്, രാഷ്ട്രീയമല്ല.
ജീവിതത്തിന് മണ്ണുറപ്പ് നൽകുന്നത് മാ ഭാരതി, ഏറ്റവും ആദ്യത്തെ ദൈവം. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഭൂമി ദേവിയെ തൊട്ട് നെഞ്ചത്ത് വെച്ച് വേണം കാലുകുന്നാൻ. ഒരുപാട് തൊഴിയും ചവിട്ടുമൊക്കെ ഗർഭപാത്രത്തിൽ കിടന്ന് നമ്മുടെ മാതാവിൻ്റെ നെഞ്ചത്ത് ഒരുപാട് പ്രഹരം നടത്തിയിട്ടുള്ളതാണ് എല്ലാ കുഞ്ഞുങ്ങളും. ആ ഗർഭം കയറുന്ന അമ്മയും ഒരു കാലത്ത് കുഞ്ഞായിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഭൂമി മാതാവ് അങ്ങനെ അനേകം കോടിക്കണക്കിന്, ദശകോടിക്കണക്കിന്, ലക്ഷക്കോടിക്കണക്കിനുള്ള മക്കളുടെ പ്രഹരം ഏറ്റുവാങ്ങുന്ന ഭൂമി മാതാവിന് വേണ്ടി വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ശുദ്ധ വോട്ടിംഗ് പ്രക്രിയ ജനങ്ങൾക്ക് പങ്കുചേരേണ്ടിയിരിക്കുന്നു. പറ്റിയതെല്ലാം അബദ്ധമാണെന്ന് നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനൊരു തിരുത്തിക്കുറിപ്പാവട്ടെ ഇത്തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. അതല്ല നിങ്ങൾ മറ്റു രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ, വി.ഡി. സതീശനും രാജീവ് ചന്ദ്രശേഖറും പറയുന്നത് പോലെയുള്ള ഒരു കാലാവസ്ഥയൊന്നുമില്ല. ഞങ്ങൾ തൃപ്തരാണ്, ഇനി ഞങ്ങൾ ഇതിൽ കൂടുതൽ ഒന്നും ചോദിക്കത്തില്ല, അത് തൃശ്ശൂരിൻ്റെ MP-യോടും ചോദിക്കില്ല എന്നൊരുറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സമ്പ്രദായത്തിൽ തന്നെ നിങ്ങൾക്ക് തുടരാം. ഒരു വിരോധവും വിഷമവും ഇല്ല. അതിർത്തിയുണ്ടെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞ് അത് തീർത്തു പോകരുത്. അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഈ ഹൃദയവിരൽ 11-ാം തീയതി രേഖപ്പെടുത്തിയാൽ ഉറപ്പായിട്ടും ഞാൻ വാക്ക് തരുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDA സഖ്യം ഭരിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കും, എനിക്ക് കൃത്യമായി പ്രവർത്തിക്കാനും സാധിക്കും. ഇനി അങ്ങനെ പറ്റുള്ളൂവോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാത്രമേ പറ്റൂ എന്ന് ഞാൻ ഇലക്ഷന് മുമ്പ് തന്നെ പറയുന്നു. നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിൻ്റെ സാങ്കേതികത എന്താണെന്ന് വ്യക്തമായി ഇതിനെ വിമർശിച്ച് വരുന്ന എതിരാളികളുണ്ടല്ലോ, അവരോട് തന്നെ ചോദിക്കും. ഒരു MP-ആയി വന്നതിന് ശേഷം ഈ 1.5 വർഷക്കാലത്തിനിടയ്ക്ക് ഏത് പ്രതിപക്ഷ പാർട്ടിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ് എന്നോടൊരു ആവശ്യവുമായി രേഖാമൂലം വന്നിട്ടുള്ളത്? തെളിയിക്കാൻ പറ. MP-യുടെ ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ തരണ്ടേ? എതിരാളി പാർട്ടികളുടെ തെരഞ്ഞെടുക്കപ്പെട്ട വക്താക്കൾ അല്ലെങ്കിൽ പ്രതിനിധികൾ വരില്ല. അതിനും തെളിവുണ്ട് കയ്യിൽ. വാതിൽമാടം കോളനിയിൽ 100 കണക്കിന് ആൾക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു റീറ്റെയിനിങ് വാൾ കെട്ടി ആ മല ഇടിഞ്ഞ് അവരുടെ പുറത്ത് വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിച്ച് 50 ലക്ഷം കൊടുത്തപ്പോൾ അതിന് തടസ്സമിട്ട് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോലും അതിന് തടസ്സം നിർമ്മിച്ച ഒരു ഭരണമാണ് ഇവിടെയുള്ളത്. കളക്ടറേറ്റിൽ അല്ലെന്ന് പറയട്ടെ, അവസാനം അത് അപ്രൂവ് ചെയ്ത് വന്നതോ ഈ സ്വർണം ചെമ്പാക്കി ചുരണ്ടി ചെമ്പാക്കിയില്ലേ? അവന്മാരുടെ അതേ പ്രത്യയശാസ്ത്രമാണ് ഉദ്യോഗസ്ഥർ. 16 ലക്ഷത്തിന്റെ പദ്ധതി ഒരു കോൺക്രീറ്റ് റോഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ സുരേഷ് ഗോപി. എന്തോ ഒരു ശുഷ്കാന്തിയാണ്. 10 വർഷം ജനങ്ങളുടെ ജീവിതം തോലപ്പിച്ചു കൊടുത്തവന്മാരാണ് ആരോപണം ഉന്നയിക്കുന്നത്. ആണോ അല്ലേ? നിങ്ങൾ പറയണം. പിന്നെ എങ്ങനെ നിങ്ങൾ 11-ാം തീയതി ഒരു തിരുത്തിക്കുറിപ്പ് എഴുതാതിരിക്കും? ഉണ്ടാവണം. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇപ്പൊ പ്രഖ്യാപിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പോലും 8,36,00,000 രൂപയുടെ പദ്ധതികൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കളക്ടറേറ്റിൽ. എപ്പോഴാണ് ഇലക്ഷന് പ്രഖ്യാപിക്കുന്നതിന് തലേ ആഴ്ച. ഇനി അത് AS ആവണം, TS ആവണം, ടെൻഡർ ചെയ്യണം. കാലതാമസം ഉണ്ടാക്കുന്നത് മുഴുവൻ കേരളത്തിലെ അധമ സർക്കാരിന്റെ സംവിധാനം മാത്രമാണ്. ഞാനല്ല, തർക്കത്തിന് വിഷയമല്ല. ഞാൻ പറഞ്ഞു കരുവന്നൂർ വിഷയം ഉച്ചയ്ക്ക് 2 മണി മുതൽ ഞാൻ പറയാൻ തുടങ്ങി. ഞാനിവിടെ 6 മണി വരെ വിവിധ വേദികളിലുണ്ടാവും. കണ്ടലുറപ്പുണ്ടെങ്കിൽ, ചങ്കിനുറപ്പുണ്ടെങ്കിൽ ഇവിടെ അവരുടെ
കരുവന്നൂർ കേസ് കൈകാര്യം ചെയ്യുന്ന വക്കീലുമായി വന്ന് ഞാൻ പറയുന്ന സത്യം അസത്യമാണെന്ന് തെളിയിക്കൂ. വന്നിട്ടുണ്ടോ ഇവിടെ ആരെങ്കിലും? പരസ്യമായി തൃശ്ശൂരിന് വേണ്ടി, തൃശ്ശൂരിന്റെ വിജയം ഞാൻ കരുവന്നൂർ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളടക്കം രക്തസാക്ഷികൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുമെങ്കിൽ അവരുടെ ആത്മാവിനെയും അവരുടെ ജീവിച്ചിരിക്കുന്ന ആത്മാക്കളെയും സാക്ഷി നിർത്തി ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവിടെ വന്ന് സംസാരിക്കൂ. ED കണ്ടുകെട്ടിയ പണം 100 ചില്ലുവാനം കോടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറയൂ, മര്യാദയ്ക്ക് ആ കാശ് EDയെ കൊണ്ട് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിക്കാനുള്ള അവസ്ഥയൊരുക്കാൻ പറയൂ. വാസവൻ മന്ത്രിയോടും പറയൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാവങ്ങൾക്ക് പണം കിട്ടും. ഇനി അങ്ങനെ കിട്ടത്തുള്ളൂ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, അങ്ങനെ മാത്രമേ കിട്ടൂ. അതാണ് സംവിധാനം. അല്ലാതെ EDക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഓരോരുത്തർക്കും വീട്ടിൽ കൊണ്ട് കൊടുക്കാനൊക്കത്തില്ല. അത് തന്നെ വലിയ കൊടിയ വിഷയമായി മാറും. സാധിക്കുമോന്ന് നിങ്ങൾ ഹൈക്കോടതിയിലെ ഒരു മുന്തിയ വക്കീലിനോട് ചോദിക്കും. ഹൈക്കോടതിയെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇത് ബോധിപ്പിച്ചിട്ട് ഇതുവരെ അതിനൊരു നീക്കുപോക്കുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ശബരിമല പോലെ ഹൈക്കോടതി ഒരു നീക്കം നടത്തുകയാണെങ്കിൽ ഇത് സാധ്യമാകും. ഹൈക്കോടതി ഒരു വടിയുമായിട്ട് അവിടെ ചെന്ന് നിൽക്കണം. ഈ പണം സ്വീകരിപ്പിച്ചാൽ ഈ പാവങ്ങൾക്ക് ഏറ്റവും വലിയ തലോടൽ അവിടെയായിരിക്കും. കരുവന്നൂരിൽ ഞാൻ തുടങ്ങി വെച്ച സമരത്തിന് പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്നത് ആ മുഹൂർത്തത്തിൽ മാത്രമായിരിക്കും. ഞാൻ ഇപ്പോഴും വിജയിച്ചിട്ടില്ല. അതിന് സമാനമായ അല്ലെങ്കിൽ അതിൽ കടൂരമായ ഒരു വിഷയമല്ലേ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഉടലെടുത്തിരിക്കുന്നത്? എത്ര കാലമായി? ഈ തസ്കരന്മാരെയൊക്കെ ആണോ നിങ്ങൾ സ്ഥാനാർത്ഥികളായിട്ട് പോലും അംഗീകരിക്കാൻ പാടില്ല എന്ന് ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്ഥാനാർത്ഥികളായിട്ട് പോലും പരിഗണിക്കരുത്. 200 ചില്ലുവാനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ കൂടുതലുണ്ടെന്ന് പറയുന്നു. 200 ചില്ലുവാനത്തിൽ കൂടുതൽ കോഓപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. ജനങ്ങളുടെ ചോര ഊറ്റി കുടിച്ച് വഞ്ചിച്ചുകൊണ്ടേയിരിക്കുന്ന കേരളത്തിൽ, രാജ്യത്തെ മറ്റു ഭാഗത്തുണ്ടായിരിക്കും. യവന്മാരൊക്കെ പറയുന്ന പോലെ ഊപ്പി അവിടെയും ഉണ്ടാവും. ചിലപ്പോൾ ചോദ്യം ചെയ്യൂ, കൊടുക്കൂ. ഞാൻ ഈ സമ്പ്രദായത്തിനെതിരാണ്. ചെയ്യൂ. എന്തേ കഴിയുന്നില്ല? ആദ്യം സ്വന്തം മൂക്കിന് താഴെ തിരുത്തു. ഊപ്പിയും ഗുജറാത്തും ഒക്കെ അങ്ങ് വളരെ മുന്നിൽ പോയി. ഇപ്പോഴും ഇന്നലെ ഒരുത്തൻ ചോദിച്ചിട്ടുണ്ട്, താങ്കൾ ഊപ്പി കണ്ടോ? തെളിവ് കൊടുക്കണമായിരുന്നു. ഞാനൊക്കെ ഇതിനൊക്കെ മെനക്കെടാൻ നടക്കുന്നില്ല. വല്ല കാര്യമില്ല. അതിനൊക്കെ രാഷ്ട്രീയ കക്ഷികളുടെ കാശും പറ്റിയിട്ട് എഴുന്നള്ളിക്കുന്ന വരികളാണ്. അത്രയും അവരൊന്നും ഈ മണ്ണിനോട് സ്നേഹവുമില്ല. അതിൻ്റെ കുഴപ്പം അത് ശരിയായ വഴിക്ക് ജനിക്കാത്തത് കൊണ്ട്. രാഷ്ട്രീയത്തിന് ഒരു വിഷയമായിരിക്കും. പക്ഷെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന നിങ്ങളുടെ അവകാശത്തിന് ഇതൊന്നും വിഷയങ്ങളല്ല. നിങ്ങളുടെ ചുറ്റുപാടുമെന്ത്? അങ്ങനെ കേരളത്തിന്റെ മുക്കും മൂലയും ചിന്തിച്ച് വോട്ട് ചെയ്താൽ ഞങ്ങൾ പറയേണ്ട നിയമസഭയിൽ ഞങ്ങൾ എത്ര പേരുണ്ടാവുമെന്ന് നിങ്ങൾ നിശ്ചയിക്കും. ഞങ്ങൾ എത്ര പേരുണ്ടാവണമെന്ന്. ഇത് തന്നെയാണ് ഇലക്ഷന്റെ എർഗണോമെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് അതിന്റെ ജിയോമെട്രിക്സും അരിത്മെറ്റിക്സും എല്ലാം ഇത് തന്നെ. അത് പക്ഷെ നിങ്ങളുടെ നിയന്ത്രണത്തിലെത്തണം. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി വിശ്വാസം, ഇഷ്ടം, അനിഷ്ടത്തിന്റെ പേരിൽ വിഘടിച്ചു നിൽക്കുന്നിടത്ത് മാത്രമാണ് തസ്കരന്മാർക്കും കൊലപാതകികൾക്കും നിരന്തരമായി ഭരണത്തിലേറാൻ സാധിക്കും. അത് മാത്രമാണ് അതിന് കാരണം. ചിന്തിക്കൂ, മണ്ണിന് വേണ്ടി ചിന്തിക്കൂ. ഈ മണ്ണ് ഞാൻ എൻ്റെ അടുത്ത തലമുറയ്ക്ക് ശുദ്ധീകരിച്ച് കൈമാറും എന്ന് പറയുന്ന നിശ്ചയം നിങ്ങൾ ഒരു ദൃഢ പ്രതിജ്ഞയായി എടുക്കുകയാണെങ്കിൽ 11-ാം തീയതി നിങ്ങൾക്ക് വേറിട്ട ഒരു ചിന്തയും വരാൻ തൽക്കാലം 5 വർഷത്തിന് ശേഷം നിങ്ങളൊരു തിരുത്തിക്കുറിപ്പ് നടത്തി 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഇതേ ചിന്താഗതിയുമായി ഞങ്ങളെയും നേരിടാം. ഞങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അങ്ങനെ ഒരു 5 വർഷം തന്നിട്ടില്ലാത്ത അവസ്ഥയിൽ അത് തരൂ. ഒരു റിസ്ക് കൂടി നിങ്ങൾ എടുക്കൂ എന്ന് പോലും ഞാൻ പറഞ്ഞു.
ഇവരുടെ എല്ലാം നടുവൊടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നന്ദി, നമസ്കാരം.